ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമുക്ക് ഇടിവെട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സേഫ്റ്റി ആയിട്ട് ഊരിയിടുന്നതിനും ഇൻവെർട്ടർ പെട്ടെന്ന് അതായത് ഇൻവെർട്ട് കാര്യങ്ങളൊന്നും കിട്ടി അടിച്ചു പോകാതിരിക്കുന്നതും ബൈപ്പാസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് 2 പവർ പ്ലഗ് 2 2 വേസ് വെച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ 2 പവർ പ്ലഗ് ആണ് കൊടുക്കുന്നത്. അതായത് 16 ആംസിൻ്റെ 2 പവർ പ്ലഗ് കൊടുത്തു. അതിനുശേഷം 16 ആംസിൻ്റെ അല്ലെങ്കിൽ 20 ആംസിൻ്റെ തന്നെ 2 2 വേ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് എർത്ത് സെക്ഷനാണ്. എർത്ത് വന്നതിന് ശേഷം ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡിലെ പ്ലഗ് നമ്മൾ സോക്കറ്റ് കൊടുക്കുന്നത്. എർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ന്യൂട്രൽ, അതുപോലെ തന്നെ ഡി ബിയിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്നു. ആ ഡി ബിയിലെ ന്യൂട്രൽ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൻ്റെ ആ സോക്കറ്റിലേക്ക് ആ ന്യൂട്രൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊടുത്തു. പിന്നെ വരുന്നത് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ടുള്ള ഫേസ് ആണ് വന്നിരിക്കുന്നത്. ചോപ്പ് വന്നിരിക്കുന്നത് 2.5. അത് നമ്മൾ 2 വേ സ്വിച്ചിൻ്റെ സെൻറ്ററിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഫേസ് നേരത്തെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വന്നിരിക്കുന്നു. ഇൻവെർട്ടറിൻ്റെ ഔട്ട് ഇതാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ട് ഇൻവെർട്ടറിൽ നിന്നും വരുന്ന ഔട്ട് നേരെ ഡി ബിയിലേക്ക് പോകുന്നത് ഈ 2 വേ സ്വിച്ചിൻ്റെ അടുത്ത സെൻറ്ററിലാണ് കൊടുത്തത്. ഈ കണക്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇത് ആദ്യമേ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ 2 വേ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ഇപ്പുറത്തേക്ക് കൊടുത്തു. അതിനുശേഷം 2 വേ സ്വിച്ചിൻ്റെ മുകളിൽ നിന്ന് ഇപ്പുറത്തെ സെക്ഷനിലേക്കും കൊടുത്തു. റൈറ്റ് സൈഡിലായിരിക്കും എപ്പോഴും വരുന്നത്. എപ്പോഴും നമ്മുടെ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് വന്നു. റൈറ്റ് സൈഡ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കൊടുത്തു. ഇനി ഇതിൻ്റെ കണക്ഷൻ ഒന്ന് നോക്കാം. ഡി ബിയിൽ നിന്നും ഫേസ് വരുന്നത് ആ ചോപ്പിലേക്കാണ്. 2.5 ചോപ്പ് ആ 2 വേയിലെ സെൻറ്ററിലേക്ക് വരുന്നു. സ്വിച്ച് ഓഫായി കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് താഴെ മുകളിൽ ലിങ്ക് ചെയ്തതിന് കാണാൻ സാധിക്കും. താഴെ 2 സ്വിച്ചുകൾ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കും. അതുവഴി കയറി ഇറങ്ങി നേരെ KCB തന്നെ, അതായത് നേരെ ഇൻവെർട്ടർ ഫേസ് നേരെ അകത്തേക്ക് പോകുന്നു. അതായത് ഇൻവെർട്ടറിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകളിലേക്കും ലൈറ്റുകളിലേക്കും പോകുന്നു. ഇനി നമ്മൾ സ്വിച്ച് ഓണാക്കിയിടുക എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് ഈ 2 സ്വിച്ച് ഓണാക്കിയിടണം. 2 സ്വിച്ച് ഓണാക്കിയിടുന്ന സമയത്ത് സെൻറ്ററിൽ നിന്നും, അതായത് സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നും ചാർജിങ് സെക്ഷനിലേക്ക് ഈ പ്ലഗിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് അപ്പുറത്തെ 2 വേയുടെ സെൻറ്ററിൽ നിന്ന് നേരെ ഇപ്പുറത്തെ മഞ്ഞ വഴി ആ വയർ വഴി നേരെ ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്ന പ്ലഗ് നമ്മൾ കൊടുക്കേണ്ടത്, ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്ന പ്ലഗ് ഇൻവെർട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ റൈറ്റ് സൈഡ് പ്ലഗിലേക്ക് കുത്തി കൊടുത്തു. അപ്പോൾ അതുവഴി നേരെ വന്ന് ഇൻവെർട്ടർ ഔട്ട് നേരെ ഡി ബിയിലേക്ക് ചെന്ന് ഡി ബിയിലേക്ക് വർക്ക് ചെയ്യുന്നു. അതായത് സിമ്പിൾ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് ഈ 2 സ്വിച്ചും ഓണാക്കിയിടണം. ഇൻവെർട്ടർ നമ്മൾ ഊരി മാറ്റുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ 2 സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ബൈപ്പാസ് ചെയ്ത് സാധാ KCB ഇൻവെർട്ടർ ലൈനിലേക്ക് ബൈപ്പാസ് ചെയ്ത് കയറിപ്പോകും. അതായത് ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് ആവുന്ന സമയത്തോ ഇടിവെട്ട് വരുന്ന സമയത്തോ നമുക്ക് 2 സ്വിച്ച് ഓഫാക്കിയിട്ടാൽ മതി. ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്ത് സിമ്പിളായിട്ട് കയറിപ്പോകും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇടിവെട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ 2 സ്വിച്ചും ഓഫ് പൊസിഷനിൽ ഇട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമുക്ക് കിട്ടില്ല. ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്ത് കയറിപ്പോയിക്കോളും. അങ്ങനെ ഇടിവെട്ട് മുഖേന നമ്മുടെ ഇൻവെർട്ടർ കംപ്ലൈൻറ്റ് ആവുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനുശേഷം ഇടിവെട്ട് കാര്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ 2 സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ KCBയിലുള്ള സമയത്ത് ഇൻവെർട്ടർ വഴി കയറി ഇറങ്ങിപ്പോവും. KCB ഇല്ലാത്ത സമയത്ത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ 2 പ്ലഗും സിമ്പിളായിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ആദ്യമേ തന്നെ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന 2 പ്ലഗും ഊരിയിട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇൻവെർട്ടർ സംരക്ഷിക്കാനും പറ്റും. വളരെ സിമ്പിൾ കണക്ഷനാണ്, എന്നാൽ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.